Hello friends, welcome mr.ad. Guys, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ guys ഒരു മിനിറ്റ് കൈക്ക് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഒരു ആക്ഷൻസ് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. Guys, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചാനൽ ചേഞ്ചിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് guys. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാധനം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അൺബോക്സിംഗ്. അപ്പോൾ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു PC അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു PC വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലൊരു അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തീരെ സമയം വേറെ വീഡിയോ. Guys, അപ്പോൾ നമ്മൾ വാങ്ങിയത് ഏസറിന്റെ വെർട്ടനുള്ള മോഡലാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ട്. ഇത് നമ്മളൊരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടെറാബൈറ്റ് എന്ന കമ്പനിയുടെ ഒരു സ്പീക്കറാണ് നമ്മൾ വാങ്ങിയത്. അതുപോലെ തന്നെ ഒരു UPS വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് വാങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സ്പീക്കർ അൺബോക്സ് ചെയ്യാം. അതായത് ടെറാബൈറ്റ് എന്ന ബ്രാൻഡിൻ്റെ സ്പീക്കർ അൺബോക്സ് ചെയ്യാം. ഇതൊരു മിനി സ്പീക്കറാണ്. അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഓഡിയോ മാത്രം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സ്പീക്കറാണ് ഇത്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഫൈബർ ഗ്ലാസിൻ്റെ ചെറിയ ഡിസൈൻ ഉണ്ട്. അപ്പോൾ അത് വളരെയധികം അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കേബിൾസ് എന്ന് പറയുന്നത് USB കേബിളും പിന്നെ ഓക്സി കേബിളും ആണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ UPS ആണ്. അതായത് വെബിൻ്റെ UPS ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് 600 VAൻ്റെ UPS ആണ്. അപ്പോൾ ഈ UPSൻ്റെ ഉള്ളൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ വോൾട്ടേജ് ഇല്ലാണ്ടാകുമ്പോൾ അതുപോലെ തന്നെ പവർ ഓഫ് ആകുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു UPS ഉപകാരപ്പെടുന്നുണ്ട്. അതായത് കറണ്ടെല്ലാം പോകുമ്പോൾ നമുക്ക് ഈ UPS ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ UPS. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന പേരിൽ നിന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിനി അടുത്ത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഡെസ്ക്ടോപ്പാണ്. അപ്പോൾ അതായത് 80.5 ഇഞ്ചിൻ്റെ ഡെസ്ക്ടോപ്പാണ് ഇത്. ഇതൊരു HD LED ഡെസ്ക്ടോപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കിതൊന്ന് യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ്. പിന്നെ ഇതിൻ്റെ ലെഗ് പാർട്സ് എല്ലാം ആ ബോക്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് നമ്മുടെ PC കാണിച്ചു തരാം. അപ്പോൾ ഇത് പിന്നെ നമുക്ക് കണക്ട് ചെയ്യേണ്ട VGA കേബിൾസ് എല്ലാമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അതും അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പാർട്സുകളെല്ലാം ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ ഇതൊന്ന് 3 പാർട്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് പാക്ക് അയച്ചിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനത്തെ 3 പീസാണുള്ളത്. അടുത്ത നമ്മളിനി അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോക്സ് ആണ്. അതായത് നമ്മുടെ CPU മൗസ് അതുപോലെ തന്നെ കീബോർഡ് വരുന്ന ഒരു ബിഗ് ബോക്സാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ അതിനുള്ളിലുള്ളത് ആദ്യം നമുക്ക് തന്നെ അവിടെ ഒരു കീബോർഡ് കാണാം. ഇതാണ് നമ്മുടെ കീബോർഡ്. അപ്പോൾ അതിൻ്റെ എല്ലാം അൺബോക്സിങ്ങിലേക്ക് വരാം. പിന്നെ നമുക്ക് അതിൻ്റെ ഇപ്പോൾ നമ്മുടെ മൗസും ഉണ്ട്. മീസറിൻ്റെ മൗസ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കീബോർഡ്
അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കീബോർഡിൻ്റെ കേബിൾ എന്ന് പറയുന്നത് USB കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൗസിൻ്റെ കേബിൾ USB കേബിളാണ്. അപ്പോൾ നമ്മൾ മൗസ് അൺബോക്സ് ചെയ്ത് നമുക്ക് CD കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇതെല്ലാം ഉപയോഗിക്കേണ്ട യൂസർ മാനുവലാണ്. ഇത് നമ്മുടെ കേബിളുകളാണ്. അതിൻ്റെ കേബിൾ അതുപോലെ തന്നെ USB കേബിളാണ്. അപ്പോൾ ഇനി ഫൈനലായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CPU ആണ്. അതായത് വെറിട്ടൺ എന്ന മോഡലുള്ള CPU ആണ്. i3 4GB RAM ആണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫുൾ വാച്ച് ചെയ്യുക. അപ്പോൾ എന്നാൽ നമുക്കിനി സെക്കൻഡ് പാർട്ടിൽ കാണാം.